ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നേരെ കടൽ തീരത്തേക്ക് മടങ്ങി. കടൽക്കരയിലെത്തിയ അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളാൽ മത്സ്യനാഗിനിയോ എന്ന് മന്ത്രിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതേ സമയം UAE-യിൽ 12 മണിയായപ്പോൾ പ്രീതിയുടെ ശരീരത്തിൽ നിലാവിന്റെ പ്രകാശം അടിച്ചിട്ടും അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകണ്ട് പ്രതയും ഋഷിയും ജീവനുമെല്ലാം ഒരുപാട് സന്തോഷിച്ചു. പ്രത പെട്ടെന്ന് പ്രീതിയെ കെട്ടിപ്പിടിച്ചു. മോളെ പ്രാർത്ഥന, ഇപ്പളാ നീ നമ്മളെ വിചാരിച്ചതുപോലെ നമ്മുടെ മകളായത്. വാ കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞ് പ്രീതിയെ കൊണ്ട് കേക്കെല്ലാം മുറിപ്പിച്ച് എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. പ്രീതി പിന്നീട് അനുമോളോട് എന്തോ സംസാരിച്ചു നിൽക്കവേ പ്രത ഋഷിയോടായി പറഞ്ഞു, ഋഷിട്ട, നമ്മുടെ മോള്, അവൾക്ക് 25 വയസ്സായിട്ടും അതാ മനുഷ്യ സ്ത്രീയായി തന്നെ ഇരിക്കുന്നു. അവളുടെ ശരീരത്തിൽ ആ പ്രകാശം അടിച്ചപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചിരുന്നു. പക്ഷെ നമ്മുടെ മോള് നീ കണ്ടില്ലേ, അവൾ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ എന്നും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്തത്. നമ്മൾ വിചാരിച്ചതുപോലെ ആദ്യ കടമ്പ വളരെ സന്തോഷത്തോടെ നമ്മൾ വിജയിച്ചു ഋഷിയേട്ടാ. പക്ഷെ ഇനി അവളുടെ വിവാഹം നമ്മളത് എത്രയും വേഗം തന്നെ നടത്തണം. കഴിവതും അടുത്ത 30 ദിവസത്തിനുള്ളിൽ തന്നെ. എങ്കിലേ എനിക്ക് ബാക്കി ശ്വാസം കൂടി നേരെ വീഴൂ. നമുക്ക് ഇനി ധൈര്യമായി പ്രാർത്ഥനയും കൂട്ടി നാട്ടിൽ പോവാം. ഒരു ഗുരുദേവന്റെ വാക്കുകൾക്കും ഇനി പ്രാർത്ഥനയുടെ വിധിയെ മാറ്റാൻ കഴിയില്ല, അല്ലേ ഋഷിയേട്ടാ? അന്നേരം ഋഷി പറഞ്ഞു, അതേടോ, ഇപ്പോ തനിക്ക് സമാധാനമായില്ലേ? താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നാളെ തന്നെ നമ്മൾ പ്രാർത്ഥന മോളുമൊത്ത് നാട്ടിലേക്ക് മടങ്ങും. ഏറിയാൽ ഒരു 3 ആഴ്ച. അതിനുള്ളിൽ പ്രാർത്ഥനയുടെ വിവാഹം നമ്മൾ നടത്തും. തൊട്ടു പിന്നാലെ അനുമോളുടെയും. അതോടെ നിന്റെ ഈ ടെൻഷനും മാറുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഋഷി പ്രതയുടെ നെറ്റിയിൽ ചുംബിച്ച് അവളെ കെട്ടിപ്പിടിച്ചു നിന്നു. ഇതേ സമയം നാട്ടിൽ സമയം അർദ്ധരാത്രി 2:30 ആയിരിക്കുന്നു. പ്രാർത്ഥന ഇപ്പോഴും കടൽ തീരത്തിരുന്ന് കരയുകയാണ്. മഹാദേവ, എന്താ എന്റെ വിധിയെ നീ ഇങ്ങനെ ആക്കി മാറ്റിയത്? ഞാൻ ആദ്യം ഒരു നാഗകന്യകയായി. അത് എനിക്കിപ്പോൾ പോലും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാനൊരു മത്സ്യകന്യക കൂടി ആയത് എങ്ങനെയാണ്? ഇപ്പോ ശരിക്കും ഞാൻ ആരാണ്? ഒരേ സമയം ഞാനിപ്പോൾ ഒരു നാഗകന്യകയുമാണ്, മത്സ്യകന്യകയുമാണ്. ഞാൻ വീട്ടിലെ ആ രഹസ്യ റൂമിൽ കണ്ട പുസ്തകവും ആ ചിത്രങ്ങളും തമ്മിൽ എനിക്ക് കാര്യമായ എന്തോ ബന്ധമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ 25ാം പിറന്നാളിനെ അമ്മ ഇത്രയും ഭയന്നിരുന്നത്. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടിലേക്ക് വരുമായിരുന്നില്ല. ഞാൻ മത്സ്യനാഗിനി അയക്കുമെന്ന് അമ്മ ഭയന്നിരിക്കണം. പക്ഷെ അമ്മയ്ക്കിതെല്ലാം അറിയാമായിരുന്നോ? അങ്ങനെയെങ്കിൽ അതെങ്ങനെ? എല്ലാം കണ്ടുപിടിക്കണം. എൻ്റെ സത്യങ്ങൾ എനിക്ക് മുന്നിൽ തുറന്നു പറയാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ഇനി എന്തു വന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞേ പറ്റൂ. ശരിക്കും ഞാൻ ആരാണ് മഹാദേവ? ഇത്രയും സ്വയം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കടൽ തീരത്ത് നിന്നും എഴുന്നേറ്റ് തന്റെ സത്യങ്ങൾ കണ്ടെത്താനായി പോകാനായി പിന്നിലേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അന്നേരമാണ് അവൾക്ക് മുന്നിൽ ഒരാൾ വന്നു നിന്നത്. അയാളെ കണ്ടതും പ്രാർത്ഥന ഒന്ന് ഞെട്ടി. നീ പറ, ഞാൻ ആരാ? നിനക്ക് അതിനുള്ള ഉത്തരം അറിയാം.